നടൻ സെയ്ഫ് അലി ഖാനെ ആക്രമിച്ചതിന് അറസ്റ്റിലായ ബംഗ്ലാദേശ് പൗരൻ ഷരീഫുൽ ഫക്കീർ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലമാണ് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടത്. നാട്ടിലുള്ള രോഗിയായ അമ്മയെ പരിചരിക്കാനാണ് മോഷണത്തിനിറങ്ങിയത്. നഗരത്തിലെ സമ്പന്നരായ ഒരാളിൽ നിന്ന് മോഷ്ടിക്കാനും കൊള്ളമുതലുമായി സ്വന്തം നാട്ടിലേക്ക് രക്ഷപ്പെടാനുമായിരുന്നു പ്രതി ആഗ്രഹിച്ചത്. ഹൗസ് കീപ്പിംഗ് കമ്പനിയിൽ ജോലി ചെയ്ത് വരവെ ജോലി നഷ്ടപ്പെട്ടു. തുടർന്നൊരു ഹോട്ടലിൽ ജോലി ചെയ്തു തുടങ്ങി. പ്രതിമാസം 13,000 രൂപ സമ്പാദിക്കുന്ന ഫക്കീർ തന്റെ അമ്മയുടെ ചികിത്സയ്ക്കായി 12,000 രൂപ ബംഗ്ലാദേശിലേക്ക് അയച്ചിരുന്നുവെന്ന് പോലീസ് പറയുന്നു. മുംബൈ പോലൊരു നഗരത്തിൽ 1,000 രൂപ കൊണ്ടാണ് ഷരീഫുൽ ഫക്കീർ ജീവിച്ചത്. തുടർന്ന് ഹോട്ടൽ ജോലിയും നഷ്ടമായപ്പോൾ ധനികനായ ഒരാളുടെ മുതൽ മോഷ്ടിക്കാൻ ഇയാൾ തീരുമാനിച്ചു. പോലീസ് പറയുന്നതനുസരിച്ച് ആദ്യം കൊൽക്കത്തയ്ക്ക് അടുത്തുള്ള ഹൗറയിലേക്ക് പോകാനും തുടർന്ന് ബംഗ്ലാദേശിലേക്ക് പോകാനുമായിരുന്നു ഇയാൾ പദ്ധതിയിട്ടിരുന്നത്. ബുധനാഴ്ച രാത്രി നടൻ താമസിക്കുന്ന 12 നില കെട്ടിടത്തിന് സമീപത്തേക്ക് നുഴഞ്ഞു കയറിയ ഇയാൾ കോമ്പൗണ്ടിന്റെ മതിൽ തുറന്നു. കെട്ടിടത്തിലെ സുരക്ഷാ ഗാർഡുകൾ ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയ ഇയാൾ ബാത്റൂമിലെ ജനലിലൂടെയാണ് അകത്തേക്ക് പ്രവേശിച്ചത്. പിന്നിലെ ഗോവണിപ്പടിയും AC ഹോളും ഇയാൾ ഉപയോഗപ്പെടുത്തി. ശബ്ദമുണ്ടാകാതിരിക്കാൻ ഷൂസ് അഴിച്ച് ബാഗിൽ സൂക്ഷിച്ചിരുന്നതായി ഷരീഫുൽ പോലീസിനോട് പറഞ്ഞു. ഇയാൾ ഫോണും സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. സെയ്ഫ് അലി ഖാനെ കുത്തിയതിനു ശേഷം ഇയാൾ AC ഹോളിലൂടെ നുഴഞ്ഞിറങ്ങി പിന്നിലെ ഗോവണിപ്പടിയിലൂടെ രക്ഷപ്പെടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.